ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഖൂൻ ചാഴ്ത്തി വായു സേ ആപ്നെ ക്യാ സംച്ച? രക്തം ഊറ്റിയെടുക്കുന്ന വായു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആൻസർ നോക്കിക്കോളൂ. ഖൂൻ ചാട്ന കാ അർത്ഥ് ബഹുത്ത് അധിക് പരേഷാൻ കർണ ഹെ. ഖൂൻ ചാട്നയുടെ അർത്ഥം വളരെയധികം ബുദ്ധിമുട്ടുക എന്നതാണ്. കഠിൻ പരിസ്ഥിതിയോं का सामना करते हुए ही കിസാൻ ഖേത്ത് में ഹൽ ചലാത്താ ഹെ. കഠിന സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് കർഷകൻ വയലിൽ ഉഴുതുമറിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ढेरों अन्न उपजाने के लिए किसान को किन किन का सामना करना पड़ता है? ധാരാളം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കർഷകൻ എന്തൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു? ആൻസർ നോക്കിക്കോളൂ. പ്രതികൂൽ മൗസം, വർഷ, ധൂപ്പ് ഇവയെല്ലാം കർഷകൻ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കിസാൻ കോ മിട്ടി കാ പൂർണ്ണ പാർക്കി ക്യോം കഹാ ഗയാ ഹെ? കർഷകനെ മണ്ണിൻ്റെ പരിചയക്കാരൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ നോക്കിക്കോളൂ. കിസാൻ മിട്ടി കാ സാത്തി ഹെ. കർഷകൻ മണ്ണിൻ്റെ സുഹൃത്താണ്. ഉസ്കാ ജീവൻ മിട്ടി കെ സാത്ത് ഹി ഗുസർത്താ ഹെ. അവൻ്റെ ജീവിതം മണ്ണിനോടൊപ്പമാണ് കടന്നു പോകുന്നത്. ഇവിടെ മണ്ണിനോടൊപ്പമാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞല്ലേ, അത് അവൻ എന്നും എവിടെയാണ്? മണ്ണിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വഹ് ജാൻതാ ഹേ കി മിട്ടി മേം ഫസൽ കൈസി ഉപജായി ജായേ. അവനറിയാം മണ്ണിൽ വിളകൾ എങ്ങനെ വളർത്തണമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തൻകി ഖാദ് മിലാന ക മത്ലബ് ക്യാ ഹേ? ശരീരത്തിൻ്റെ വളം ചേർക്കുക, ഇതിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ നോക്കിക്കോളൂ. കിസാൻ അപ്പനെ തൻ ഓർ മൻ കി ഖാത്ത് അർത്ഥാർത്ത് പരിശ്രം കർക്കെ ധർത്തി കോ ഉപജാവു ബനാത്താ ഹെ. കർഷകൻ തൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വളം, അതായത് കഠിനാധ്വാനം ചെയ്തിട്ടാണ് കർഷകൻ ഭൂമിയെ ഫലഭൂഷ്ടമാക്കുന്നത്. ഇവിടെ കർഷകൻ്റെ ആ ഒരു കഠിനാധ്വാനത്തിനെയാണ് ശരീരത്തിൻ്റെ വളം ചേർക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. खेती से संबंध रखने वाले शब्द कविता से पहचान कर लिखे. കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കേ. ജുവ, ബീജ്. ഇനി ഏതൊക്കെ എഴുതാം? മിട്ടി, ഖാദ്, ഫസൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിസാൻ അപ്പനി സിന്ദഗി കൈസെ വ്യതീത് കർത്താ ഹെ? കർഷകൻ തൻ്റെ ജീവിതം എങ്ങനെയാണ് ജീവിക്കുന്നത്? കവിതാക്കെ ആധാർ പർ പൂർത്തി കരെ. കവിതയുടെ അടിസ്ഥാനത്തിൽ ഈ തന്നിരിക്കുന്ന പദസൂര്യൻ കംപ്ലീറ്റ് ചെയ്യുക. ഓൾറെഡി ഇതിൽ 2 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. കിസാൻ വർഷ ഓർ ധൂപ്പ് മേം കാം കർത്താ ഹെ. കർഷകൻ മഴയത്തും വെയിലത്തും പണിയെടുക്കുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ. കർഷകന് മണ്ണിൻ്റെ മർമ്മം മനസ്സിലാകും, അതായത് മണ്ണിനെ പറ്റി എല്ലാ കാര്യങ്ങളും കർഷകന് അറിയാം. അടുത്ത പോയിൻ്റ് എന്താണ്? വഹ് ധർത്തി കെ സാത്ത് ജീത്താ ഹെ. കർഷകൻ മണ്ണിനോടൊപ്പമാണ് ജീവിക്കുന്നത്. വഹ് മിട്ടി മേം ഫസൽ രൂപി സോനെ കാ സപ്പന ദേഖ്താ ഹെ. അവൻ മണ്ണിൽ പൊന്നു വിളയാൻ സ്വപ്നം കാണുന്നു. വഹ് മിട്ടി മേം ഖാദ് മിലാത്താ ഹെ ഓർ ബീജ് ബോത്താ ഹെ. കർഷകൻ മണ്ണിൽ വളം ചേർക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു. കിസാൻ ബൈലോं के कंधों पर हल रहकर മിട്ടി ജോത്ത്താ ഹെ. കർഷകൻ കാളകളുടെ കഴുത്തിൽ കലപ്പ വെച്ചിട്ട് മണ്ണ് ഉഴുതിടുന്നു. ഹർ നയേ വർഷമേം ഖൂൻ പസീനെ കോ ഏക് കർക്കെ അന്ന ഉപജാത്താ ഹെ. ഓരോ വർഷവും തൻ്റെ രക്തവും വിയർപ്പും ഒരുമിച്ച് ചേർത്ത് അന്ന ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ രക്തവും വിയർപ്പും ഒന്നിച്ച് ചേർക്കുക എന്നുള്ളത് അത്രയും കഠിനാധ്വാനം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്.
किसान अपने तन की खाद डालकर अर्थात परिश्रम करके धरती को जीवित रखता है. കർഷകൻ തൻ്റെ ശരീരത്തിൻ്റെ വളം ചേർത്ത്, അതായത് കഠിനാധ്വാനം ചെയ്താണ് ഭൂമിയെ നിലനിർത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാസെ നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖെ. കവിതയിൽ നിന്ന് താഴെ പറയുന്ന ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. കിസാൻ അപ്പനി സിന്ദഗി വ്യതീത് കർക്കെ ഖേത് മേ സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹെ. കർഷകൻ തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ച് കൃഷിയിലെ സമൃദ്ധി സ്വപ്നം കാണുന്നു. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? ഗപാ രഹാ ഹേ ജീവൻ അപ്പന, ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സപ്പന. ഈ വരികളാണ് ഈ ആശയം വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. കിസാൻ കടി മെഹനത്ത് സേ ഖേത് കോ സദാ ഉർവർ ബനാത്താ ഹേ ഓർ സ്വയം ജീവിത് രഹ്താ ഹേ. കർഷകൻ കഠിനാധ്വാനത്തിലൂടെ വയൽ ഫലഭൂഷ്ടമായി നിർത്തുകയും സ്വയം ജീവൻ നിലനിർത്തുകയും ചെയ്യുന്നു. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? അപ്പനെ തൻ കി ഖാദ് മിലാക്കർ മിട്ടി കോ ജീവിത് രഖ്താ ഹേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഠേ സമਝേ ഓർ ലിഖേ. വായിക്കുക, മനസ്സിലാക്കുക, എഴുതുക. ഇൻ പ്രയോഗം പർ ധ്യാൻ ദേ. ഈ താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഏതൊക്കെയാ വാക്കുകളെന്ന് നോക്കിക്കേ. ജാക്കർ, ബർസാക്കർ, ഗരജ്കർ, ഡൂബ്കർ, തബ്കർ, മർക്കർ. ഈ വാക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ എല്ലാം അവസാനം കർ എന്ന പദം വരുന്നുണ്ട്. ഇവിടെ കർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയും ചെയ്ത ശേഷം എന്ന അർത്ഥത്തിലാണ്. ഊപ്പർ ദിയേ ഗയേ ശബ്ദോം സേ നയേ വാക്യ ബനാക്കർ ലിഖേ. മുകളിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് പുതിയ വാക്യങ്ങൾ എഴുതുക. ഒരെണ്ണം എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേ മൈദാൻ മേ ജാക്കർ ഖേൽത്താ ഹൂം. ഞാൻ മൈതാനത്ത് പോയി കളിക്കുന്നു. അടുത്ത സെൻറ്റൻസ് നോക്കിയേ. ബാദൽ നേ ബാരിഷ് ബർസാക്കർ ഹമേ ഫീകോ ദിയ. മേഘം മഴ പെയ്യിച്ച് നമ്മെ നനച്ചു. അടുത്തത് ബാദൽ ഗർജ്കർ ആത്താ ഹേ. മേഘം ഗർജിച്ച് വരുന്നു. അടുത്തത് സമുദ്രമേൻ ഡൂബ്കർ ഹി മോത്തി നികാൽത്താ ഹേ. സമുദ്രത്തിൽ മുങ്ങിയാലേ മുത്തെടുക്കാൻ കഴിയൂ. അടുത്തത് നോക്കാം. ലോഹ ആഗുമേം തബ്കർ ഖൽത്താ ഹേ. ഇരുമ്പ് തീയിൽ ചൂടാക്കിയാൽ ഉരുകും. അടുത്തത് മഹാൻ വ്യക്തി മർക്കർ ഫി അമർ ഹോത്തേ ഹേ. മഹാന്മാർ മരിച്ചാലും അമരന്മാരായി നിലനിൽക്കും. ഇവിടെ അമരൻ എന്ന് പറയുന്നത് മരണമില്ലാത്ത ആൾക്കാരെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കവിതാക്കി ആസ്വാദൻ ടിപ്പണി ലിഖേ. കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ടിപ്പണി പർഖേ ഓർ ബോക്സ് മേ ഹാ യാ നെഹി ലിഖേ. ആസ്വാദനക്കുറിപ്പ് എഴുതിയതിന് ശേഷം താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഹാ എന്നും ഇല്ലെങ്കിൽ നെഹി എന്നും എഴുതുക. കവിതയുടെ ആസ്വാദനക്കുറിപ്പ് നോക്കാം. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. കവി കേദാർനാഥ് അഗ്രവാൾ ജി की കവിത ഹേ. കവി കേദാർനാഥ് അഗ്രവാൾ ജിയുടെ കവിതയാണ് യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. കിസാൻ बैलों के कंधों पर हल रखकर मिट्टी को जोतता है. കർഷകൻ കാളകളുടെ മുതുകിൽ കലപ്പ വെച്ച് മണ്ണ് ഉഴുതുമറിക്കുന്നു. വഹ് മിട്ടി മേ ഖാത് മിലാത്താ ഹേ ഓർ ബീജ് ബോത്താ ഹേ. അവൻ മണ്ണിൽ വളമിടുകയും വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്നു. കിസാൻ വർഷ ഓർ ധൂപ് മേം കാം കർത്താ ഹേ. കർഷകൻ മഴയത്തും വെയിലത്തും ജോലി ചെയ്യുന്നു. ഹർ നയേ വർഷ മേം अपने खून पसीने को एक करके അന്ന ഉപജാത്താ ഹേ. ഓരോ പുതിയ വർഷവും തൻ്റെ രക്തവും വിയർപ്പും സംയോജിപ്പിച്ച് അന്നം ഉൽപ്പാദിപ്പിക്കുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹേ. കർഷകൻ മണ്ണിൻ്റെ മർമ്മം
മനസ്സിലാക്കുന്നു. വഹ് ധർത്തി കെ സാത്ത് ജീതാ ഹെ, അവൻ മണ്ണിനോടൊപ്പമാണ് ജീവിക്കുന്നത്. കിസാൻ അപ്പനെ തൻ കി ഖാദ് ഡാൽക്കർ, അർത്ഥാത് കഠിൻ പരിശ്രം കർക്കെ ധർത്തി കോ ജീവിത് രഖ്താ ഹെ, കർഷകൻ തൻ്റെ ശരീരത്തിൻ്റെ വളം ചേർത്ത്, അതായത് കഠിന പരിശ്രമം ചെയ്ത് ഭൂമിയെ നിലനിർത്തുന്നു. വഹ് മിട്ടി മേം ഫസൽ രൂപി സോനെ കാ സപ്പന ദേഖ്താ ഹെ, അവൻ മണ്ണിൽ പൊന്നു വിളയിക്കാനായി സ്വപ്നം കാണുന്നു. ഫസൽ ഉഗാക്കർ ഹി കിസാൻ മിട്ടി കോ ജീവിത് രഖ്താ ഹെ ഓർ സ്വയം ജീതാ ഹെ, വിളകൾ വളരുന്നതിലൂടെ കർഷകൻ മണ്ണിനെ നിലനിർത്തുകയും അതുപോലെ സ്വയം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇസ് പ്രകാർ യഹ് ധർത്തി ഉസ് കിസാൻ കി ഹെ ജോ ഇസ് പർ മെഹനത്ത് കർക്കെ അന്ന ഉപജാതാ ഹെ, ഇങ്ങനെ ഈ ഭൂമി അതിൽ കഠിനാധ്വാനം ചെയ്ത് അന്ന ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ്റേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൃഷക് ദിവസ് പർ ആപ്കെ വിദ്യാലയ മേ ജദ്ദ നിക്കാലാ ജാ രഹാ ഹെ, കർഷക ദിവസത്തോടനുബന്ധിച്ച് നിങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും ജാഥ പുറപ്പെടുന്നുണ്ട്. പ്ലക്കാർഡ് കെ ലിയെ സന്ദേശവാക്യ ലിഖെ, പ്ലക്കാർഡിന് വേണ്ടിയുള്ള സന്ദേശവാക്യങ്ങൾ എഴുതുക. ജീതാ രഹേ കിസാൻ, കിസാൻ ഹേ തോ ഹം ഹേ, ഖേതി ബച്ചാവോ കിസാൻ ബച്ചാവോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സഫലത കെ ലിയെ പരിശ്രം കി ആവശ്യകത ഹെ, വിജയത്തിന് കഠിനാധ്വാനം ആവശ്യമാണ്. നിമ്നലിഖിത് ബിന്ദുവോം പർ ചർച്ച കരെ ഓർ ലേഖ ലിഖെ, താഴെ തന്നിരിക്കുന്ന പോയിന്റ്സ് ചർച്ച ചെയ്ത് ലേഖനം എഴുതുക. ജീവൻ മേ സഫലത പ്രാപ്ത് കർണ, ജീവിതത്തിൽ വിജയം കൈവരിക്കുക. ഹാത്ത് ധക്കാൻ കാ സാമന കർണ, വിജയവും പരാജയവും നേരിടുക. സംഘർഷ് ഭരെ ജീവൻ മേ ആകെ ബഡ്തേ ജാന, സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. പരിശ്രമ കാ മഹത്വ പഹചാന, കഠിനാധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക. സമാജ് ഓർ ദേശ് കെ വികാസ് മേ പരിശ്രമ കാ യോഗദാൻ, സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിൽ കഠിനാധ്വാനത്തിൻ്റെ സംഭാവന. അപ്പം ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ചേർത്തിട്ട് വേണം ലേഖനം എഴുതാൻ. നിങ്ങൾ ലേഖനം എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ലേഖ കെ ലിയെ ഉചിത് ശീർഷക് ലിഖാ ഹെ, संकेतों को विकसित किया है, भूमिका और उपसंहार है, आशय स्पष्ट है, उचित भाषा का प्रयोग किया है. ലേഖനം എഴുതി കഴിഞ്ഞതിന് ശേഷം നോക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളത് എഴുതുന്നതിന് മുന്നേ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. പരിശ്രമ ഹി സഫലത കാ ആധാർ ഹെ, കഠിനാധ്വാനമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. जीवन में सफल होने के लिए परिश्रम की आवश्यकता होती है, ജീവിതത്തിൽ വിജയിക്കുവാൻ പരിശ്രമം ആവശ്യമാണ്. जीवन में हमें कई कठिन परिस्थितियों का सामना करना पड़ता है, ജീവിതത്തിൽ നമുക്ക് നിരവധി കഠിന സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നു. കഭി കഭി ഹമേ ഹാർ കാ സാമന ഭി കർണ പഡ്താ ഹെ, ചിലപ്പോഴൊക്കെ നമുക്ക് പരാജയവും നേരിടേണ്ടി വരും. परंतु പരിശ്രമി വ്യക്തി ദഖേ ബിന ഹമേഷ ആകെ ബഡ്താ ജാതാ ഹെ, പക്ഷേ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തി തളരാതെ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പരിശ്രം കർണേ സെ സംഘർഷ് കം ഹോത്താ ഹെ, പരിശ്രമം ചെയ്യുന്നതിലൂടെ പോരാട്ടങ്ങൾ കുറയുന്നു. സമാജ് ഓർ ദേശ് കെ വികാസ് മേം പരിശ്രമ കാ യോഗദാൻ രഹ്താ ഹെ, സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിന് പരിശ്രമത്തിനൊരു വലിയ പങ്കുണ്ട്. ജീവൻ മേ പരിശ്രമ കാ മഹത്വ ബഹുത് അധിക ഹോത്താ ഹെ, ജീവിതത്തിൽ പരിശ്രമത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്